പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം. വലിയ നോമ്പിൻ്റെ 11ാമത്തെ ദിവസമായ ഇന്ന് വിഷയമായി കൊണ്ടിരുന്നിരിക്കുന്നത് ആഴമുള്ള വിശ്വാസം. കന്യമറിയാമിൻ്റെ വിശ്വാസം പോലെ ആഴമുള്ള വിശ്വാസം ആരിലും കണ്ടിട്ടില്ല എന്നതാണ് പിതാക്കന്മാർ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. തിരുവചനം എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. വിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള ഭാഗം നാം നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്, അപ്പോൾ മറിയാം പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് ഈ ഭാഗം മുമ്പോട്ട് വായിക്കുമ്പോൾ 55 വരെ വായിക്കുമ്പോൾ അവൾ എന്താണ് പ്രഘോഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഈ സന്ദർഭം നമുക്ക് അറിയാം. മറിയാം സഖരിയാവിൻ്റെ വീട്ടിൽ എത്തി എലിശുബായെ വന്ദിക്കുന്ന ഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള ഭാഗം ഇതിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. മറിയാമിൻ്റെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പുള്ള അവളുടെ ഗർഭത്തിൽ തുള്ളിയതായി നാം ഇവിടെ കാണുന്നുണ്ട്. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാൻ മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ എൻ്റെ പിള്ള ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്ത് അനുസരിച്ച് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് എലിസബത്ത് പറഞ്ഞപ്പോൾ മറിയ പറഞ്ഞ മറുപടിയാണ് ഈ വേദഭാഗത്തിൽ നമ്മൾ കണ്ടത്. അതായത് വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള ഭാഗം നമ്മൾ കണ്ടത്. സഖരിയ പുരോഹിതന്റെ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് മറിയാമും ഗബ്രിയേൽ മാലാഖയുമായുള്ള സംസാരം നടന്നതും നമുക്ക് ഏവർക്കും അറിയാം. വിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള ഭാഗത്താണ് ഇത് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ അത് ഈ പ്രകാരം നമുക്ക് എഴുതിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു എന്ന് വായിച്ചു തുടങ്ങുന്ന വേദഭാഗം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ഈ അനുഗ്രഹം ലഭിച്ച ഒരേ ഒരു സ്ത്രീ അവളാണ് കന്യക മറിയാം. മറിയാമിൻ്റെ ആത്മീയ നിലവാരം മനസ്സിലാക്കണമെങ്കിൽ അവളുടെ മാതാപിതാക്കളുടെ ജീവിത ചരിത്രം മനസ്സിലാക്കണം. ആത്മീയമായി ജീവിച്ച അവർക്ക് കിട്ടിയ വാഗ്ദത്ത പുത്രിയാണ് മറിയാം. നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമാണ് കന്യക മറിയാം. 3-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ ഏൽപ്പിക്കപ്പെട്ട മറിയാം അവൾ നിരന്തര പ്രാർത്ഥനയിൽ കഴിഞ്ഞവൾ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അതിൻ്റെ ഫലമായി അവൾ ലോക സൃഷ്ടാവിൻ്റെ മാതാവായി കഷ്ടപ്പെട്ട കന്യക മറിയാമിന് ആദ്യമായി ഒരു മഹത്വം അനുഭവപ്പെട്ടത് തൻ്റെ മകൻ യെരൂശലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളപ്പെട്ടപ്പോൾ ആണ്. കഷ്ടപ്പെട്ട കന്യക മറിയാമിന് രണ്ടാമതായി മഹത്വം അനുഭവിക്കുന്നത് കാൽവറിയിൽ തന്നെ താൻ ഏൽപ്പിച്ച കർത്താവിൻ്റെ കുരിശിൻ്റെ അടുക്കൽ നിൽക്കുമ്പോഴാണ്. പരിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസ്താ പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 19-ാം അധ്യായം 25 മുതലുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ അത് പ്രകാരം കാണുന്നു. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയാമും മഗ്ദലക്കാരത്തി മറിയം നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്നാണ് വേദഭാഗം ഇവിടെ പറയുന്നത്. ഇങ്ങനെ പല പ്രാവശ്യം കന്യക മറിയാമിന് മഹത്വമുണ്ടായ അവസരങ്ങളുണ്ട്. ആത്മീയ വളർച്ച വേണമെങ്കിൽ പ്രാർത്ഥന വേണം. നാം ഒരിക്കലും അതിൽ നിന്നും പിന്മാറരുത്. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം യേശു അറിഞ്ഞത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രയർ ഈസ് പവർ. പ്രാർത്ഥനയാണ് ശക്തി. ലെസ് പ്രയർ ഹാവ് ലെസ് പവർ.
കുറച്ച് പ്രാർത്ഥനയിലൂടെ വളരെ കുറച്ച് ശക്തിയേ ഉണ്ടാകുകയുള്ളൂ. ആയതിനാൽ നിരന്തരം പ്രാർത്ഥിക്കണം. ഓൾ ആർ ദി വിക്ടിം ഓഫ് ദി ചേഞ്ച്. വി ഹാവ് ടു ചേഞ്ച് അവർ സെൽഫ്. പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം പ്രാപിച്ച നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞതൊക്കെയും നമ്മൾ ഓർക്കുക. ഈ അവസരത്തിൽ നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. സമൂഹ പ്രാർത്ഥന ശക്തിയുള്ളതാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായി പത്രോസ് ശ്ലീഹ തടവിൽ നിന്നും മോചിക്കപ്പെട്ടതായി അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള ഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രാർത്ഥന സ്വർഗീയ മണിയാണ്. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ദൈവമക്കൾ തിരിച്ചറിയേണ്ടതായ കാര്യം, ദൈവം നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥന സ്വീകരിക്കും എന്നുള്ളതാണ്. ഹോരേബ് പർവ്വതത്തിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവം, ഏലിയാവിന്റെ പ്രാർത്ഥന സ്വീകരിച്ച ദൈവം, ഇതൊക്കെയും നമ്മൾ യൂയാക്കിമിന്റെയും ഹന്നായുടെയും പ്രാർത്ഥന സ്വീകരിച്ച ദൈവം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 17 മുതൽ 32 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി, എന്നാൽ കർത്താവിന്റെ ദൂതൻ അവരെ മോചിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16 മുതൽ 34 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പത്രോസും ശീലാസും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടതും അവിടെ നിന്ന് രക്ഷ പ്രാപിച്ചതും ആയ കാര്യങ്ങൾ നമുക്ക് അറിയാം. അതൊക്കെയും പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കും നമ്മുടെ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാണ് ശക്തി. അതിലൂടെ സമാധാനം ലഭിക്കും. നമ്മളിവിടെ കണ്ടത് കന്യമറിയാമിനെ പോലെ നമുക്കും ദൈവത്തിൽ ശരണപ്പെടാം. അവളുടെ മധ്യസ്ഥതയിൽ നമുക്കും അനുഗ്രഹം പ്രാപിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നോമ്പിന്റെ 11-ാമത്തെ ദിവസമായ ഇന്ന് നാം ഈ വലിയ നോമ്പ് അതിനൊരു കാരണമായി തീരത്തക്കവണ്ണം നമുക്ക് ഏവർക്കും അവനിലേക്ക് അടുത്തു ചെല്ലാം. നമ്മൾ ഇന്ന് അവർ ചെയ്തതായ തെറ്റുകളൊക്കെയും തിരുത്തി ഒരു പുതിയ മനുഷ്യനായി ഒരു പുതിയ രൂപം പ്രാപിക്കുവാൻ നാം ഏവരും ശ്രമിക്കുന്നത് നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ആയിരിക്കുമെന്ന് കൂടി നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.